2021 സെപ്റ്റംബറിലായിരുന്നു ഫോർഡിന്റെ കസ്റ്റമേഴ്സിനെയും ഫാൻസിനെയും വിഷമിപ്പിച്ച ആ വാർത്ത വന്നത്. വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനാൽ ഇനി മുതൽ ഇന്ത്യയിൽ തുടരുന്നില്ല എന്ന് പ്രഖ്യാപനം. സാമ്പത്തിക പ്രതിസന്ധി മാത്രമല്ല ഫോർഡ് ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്, മറിച്ച് ഹുണ്ടായ്, കിയ, റെനോ പോലുള്ള വലിയ കമ്പനികൾ ചെറിയ വിലയ്ക്ക് കൂടുതൽ സ്പെസിഫിക്കേഷനുള്ള വാഹനങ്ങൾ ഇന്ത്യൻ നിരത്തിൽ എത്തിച്ചപ്പോൾ അവർക്കൊപ്പം പിടിച്ചു നിൽക്കാൻ ഫോർഡിനായില്ല. കൂടാതെ ടാറ്റ മോട്ടോഴ്സിന് ജനങ്ങളിടയിലുള്ള വിശ്വാസം വർദ്ധിച്ചതും മറ്റൊരു കാരണമായി. എന്നാൽ ഫോർഡിന്റെ ആരാധകർ വിഷമിക്കാൻ വരട്ടെ, ഫോർഡ് വീണ്ടും ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ ഒരുങ്ങുകയാണ്. 2022 ഫെബ്രുവരി 11 ഇങ്ങനെയൊരു പ്രഖ്യാപനം വന്നത്. ഇലക്ട്രിക് വെഹിക്കിൾസിന് വേണ്ടി ഇന്ത്യയിൽ ഒരു പുതിയ പ്ലാന്റ് സ്ഥാപിക്കുകയും അവിടെ ഉണ്ടാകുന്ന വാഹനങ്ങൾ കയറ്റുമതി ചെയ്യുകയാണ് ലക്ഷ്യം. കൂടാതെ ആ വാഹനങ്ങൾ ഇന്ത്യയിൽ ഇട്ടരിക്കാനും പ്ലാനുണ്ട്. റോയിറ്റേഴ്സ് എന്ന വാർത്താ ഏജൻസിയാണ് ഇങ്ങനെ ഒരു വാർത്ത പുറത്തുവിട്ടത്. 2030 വരെ ഏകദേശം 30 ബില്യൺ ഫോർഡ് EVക്ക് വേണ്ടിയും, EV എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് വെഹിക്കിളിന് വേണ്ടിയും അതിന്റെ ബാറ്ററിക്ക് വേണ്ടിയും മാറ്റിവെച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം കമ്പനി ഇവിടുന്ന് പോകുമ്പോൾ ഇന്ത്യയിൽ 2% താഴെ മാത്രമായിരുന്നു ഇന്ത്യയിൽ ഫോർഡിന് മാർക്കറ്റ് ഷെയർ ഉണ്ടായിരുന്നത്. പുതിയ തീരുമാനത്തോടുകൂടി ഫോർഡിന് ഇന്ത്യയിൽ ഒരു പുതിയ മാർക്കറ്റ് തുറക്കാൻ സാധിക്കും എന്നാണ് കരുതുന്നത്. ഫോർഡ് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന വാഹനങ്ങൾ പ്രധാനമായും നോർത്ത് അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും എല്ലാം കയറ്റി അയക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിവേഗമാണ് ഇവിടുത്തെ ഇലക്ട്രിക് വെഹിക്കിളിന്റെ മാർക്കറ്റ് കുതിച്ചുയരുന്നത്. അത് മുന്നിൽ കണ്ടാണ് ഇന്ത്യയിലേക്ക് ഈ കമ്പനി ഒരു പുതിയ പ്ലാന്റുമായിട്ട് വരുന്നത്. സെൻട്രൽ ഗവൺമെന്റിന്റെ PLI സ്കീമിൽ ചേർന്നുകൊണ്ടാണ് ഫോർഡ് ഇന്ത്യയിലേക്ക് വരുന്നത്. PLI സ്കീം എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം. അതായത് വലിയ കമ്പനികൾക്ക് ഇന്ത്യയിൽ പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ അവർക്ക് ഇൻസെന്റീവ് നൽകിക്കൊണ്ട് ഒരു ബൂസ്റ്റപ്പ് കൊടുക്കുകയാണ് ഈ സ്കീം. അതിനായി ഗവൺമെന്റ് ഏകദേശം 26,000 കോടിയോളം രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. ഇതിന് പ്രധാനമായിട്ടും ഇതിങ്ങനെ ഒരു സ്കീം കൊണ്ടുവരാനുള്ള പ്രധാന കാരണം ഓയിലിന്റെ പൊല്യൂഷൻ കുറയ്ക്കുക, അതുപോലെ തന്നെ ഓയിലിന്റെ ഇമ്പോർട്ട് കുറയ്ക്കുകയും ചെയ്യുക. ഏകദേശം 115ഓളം കമ്പനികളാണ് PLI സ്കീമിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ PLI സ്കീമിൽ കമ്പനികൾക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഗവൺമെന്റ് ഏകദേശം 60 ദിവസത്തെ സമയമാണ് കൊടുത്തത്. അത് ഈ കഴിഞ്ഞ ജനുവരി 9 കഴിഞ്ഞു. അങ്ങനെ ജനുവരി 9 ഇത് ക്ലോസ് ചെയ്യുമ്പോൾ ഏകദേശം 115ഓളം കമ്പനികളാണ് ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 87 കമ്പനികൾ ഓട്ടോ കോമ്പണന്റ് കാറ്റഗറിയിലും 38ഓളം കമ്പനികൾ OEM വെഹിക്കിൾ കാറ്റഗറിയിലുമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഓട്ടോ കമ്പോണന്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ വണ്ടികളുടെ പലതരത്തിലുള്ള പാർട്സുകൾ ഉണ്ടാക്കുന്ന കമ്പനികളാണ്. ഇവർ വണ്ടി പൂർണ്ണമായും ഉണ്ടാക്കുന്നില്ല, പലതരം പാർട്സുകൾ ഉണ്ടാക്കി മറ്റ് മാനുഫാക്ചേഴ്സിന് സപ്ലൈ ചെയ്യുകയാണ് ഈ കമ്പനികൾ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് OEM കാറ്റഗറി എന്ന് പറഞ്ഞാൽ? നോക്കൂ, ഓട്ടോ കോമ്പോണന്റ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ കമ്പനികൾക്കാണ് സർക്കാരിൻ്റെ ഈ സ്കീം ലഭിക്കുന്നത്. ഇത് പ്രധാനമായും 2 തരത്തിലാണ്: ചാമ്പ്യൻ OEM ഇൻസെൻറ്റീവ് സ്കീമും അതുപോലെ കോമ്പോണന്റ് ചാമ്പ്യൻ ഇൻസെൻറ്റീവ് സ്കീമും. കോമ്പോണന്റ് ചാമ്പ്യൻ ഇൻസെൻറ്റീവ് സ്കീം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് വെഹിക്കിൾ അല്ലെങ്കിൽ ഹൈഡ്രജൻ ഫ്യൂവൽ വണ്ടികൾക്ക് വേണ്ടി നിർമ്മിക്കുന്ന കോമ്പോണൻസുകൾ വിൽക്കുന്ന കമ്പനികൾക്ക് ലഭിക്കുന്ന ഇൻസെൻറ്റീവാണ് ഇത്. അതായത് ഒരു വണ്ടി ഉണ്ടാക്കുമ്പോൾ അതിന് പലതരത്തിലുള്ള പാർട്സുകൾ, കോമ്പണൻസുകൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ കമ്പനികൾക്കാണ് ഈ പറഞ്ഞ സ്കീം. OEM ഇൻസെൻറ്റീവ് സ്കീം എന്ന് പറയുന്നത് ഒരു സെയിൽസ് വാല്യൂ ഇൻസെൻറ്റീവ് സ്കീമാണ്. അതായത് EV പോലുള്ള വണ്ടികൾ നിർമ്മിച്ച് മാർക്കറ്റിൽ സെയിൽസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇൻസെൻറ്റീവിനെയാണ് സെയിൽസ് വാല്യൂ ഇൻസെൻറ്റീവ് സ്കീം എന്ന് പറയുന്നത്. ഇതുകൊണ്ടുള്ള ഗുണം കമ്പനികൾക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് വണ്ടികൾ മാർക്കറ്റിലേക്ക് ഇറക്കാം എന്നുള്ളതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഇത് ഇലക്ട്രിക് വെഹിക്കിളിനും അല്ലെങ്കിൽ ഹൈഡ്രജൻ ഫ്യൂവൽ വണ്ടികൾ നിർമ്മിക്കുന്ന കമ്പനികൾക്ക് വേണ്ടി മാത്രമാണ്. എന്തായാലും ഫോർഡ് ഇന്ത്യയിൽ നിന്നും പ്രവർത്തനം അവസാനിപ്പിച്ചു പോയപ്പോൾ ഒരുപാട് പേർക്ക്, പ്രത്യേകിച്ച് ഫോർഡ് വണ്ടികളെ സ്നേഹിക്കുന്നവർക്ക് അതൊരു വലിയ വിഷമം പിടിച്ച സംഗതിയായിരുന്നു. ഇവിടെ ഫോർഡ് എൻഡവറിനൊക്കെ നല്ല ഫാൻ ബേസ് ഉള്ള കാര്യം ഓർക്കണം. എന്തായാലും ഫോർഡ് ഇന്ത്യയിലേക്ക് വരട്ടെ, നല്ല നല്ല വാഹനങ്ങൾ പുറത്തിറക്കട്ടെ, നമുക്ക് നോക്കാം. എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു.